ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ചാനലിലേക്ക് സ്വാഗതം. ലോകേഷ് കനകരാജിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി ജി സ്ക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി അടുത്തെടുക്കാൻ പോകുന്ന പടം ബെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. അതിൽ രാഘവ ലോറൻസ് ആണ് അഭിനയിക്കാൻ പോകുന്നത്. പടം എടുക്കുന്നത് ഭാഗ്യരാജ് കണ്ണനാണ്. റമോ എന്ന് പറഞ്ഞിട്ടുള്ള ശിവകാർത്തികൻ്റെ പടം, അതേമാതിരി സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള കാർത്തിയുടെ പടം എടുത്ത ആളാണ്. പടത്തിൻ്റെ കഥ എഴുതിയിട്ടുള്ള ലോകേഷ് കനകരാജാണ്. എന്തായാലും പോസ്റ്റർ വന്നിട്ടുണ്ട്, സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇന്ത്യൻ 2 സീറോ ടോളറൻസ്, സേനാപതി റിസറക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെയും പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നിവിൻ പോളി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. നയൻതാരയാണ് പടത്തിൽ അഭിനയിക്കുന്ന ഓൺ ബോർഡ് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പവി കെയർ ടേക്ക് കെയർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ പുതിയ 2 പോസ്റ്റേഴ്സാണ് വന്നിട്ടുള്ളത്. 2 ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ വിഷു ആയിട്ട് ഹാപ്പി വിഷു എന്ന് അറിയിച്ചുകൊണ്ടും ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ പടത്തിൻ്റെയും വിഷുവിൻ്റെ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടത്തിൻ്റെയും വിഷു അനുബന്ധിച്ച് 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. 2 ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ARM അജയൻ്റെ 2ാം മാസത്തിൽ നിന്നുള്ള ടോവിനോ തോമസിൻ്റെ പടത്തിനും വിഷു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പൽനടയിൽ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെയും വിഷു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മന്ദാകിനി എന്ന് പറഞ്ഞ പടത്തിൻ്റെയും വിഷു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മാരിവില്യൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ വിഷു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ രത്നം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ നിത്യമേന അഭിനയിക്കുന്ന ഒരു പുതിയ പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിയർ എക്സസ് എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. ക്യാപ്ഷനായിട്ട് ലെറ്റ് ദ മാജിക് ബിഗിൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഒരു വെറൈറ്റി പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ മരണമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫ്, രാജേഷ് മാധവൻ, ഷിജു സണ്ണി, സുരേഷ് കൃഷ്ണൊക്കെ അഭിനയിക്കുന്ന പടമാണ്. ശിവപ്രസാദാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നത്. ടോവിനോ തോമസാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മുന്നേ അനൗൺസ് ചെയ്ത പടമാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് സോബിൻ ഷായർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് ഇവരൊക്കെ അഭിനയിക്കുന്ന പടമാണ്. അൻവർ റഷീദാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോസ്റ്റർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോസിൻ്റെ അടുത്ത് വരാൻ പോണ പടം ഫഹദ് ഫാസിലിനെ വെച്ചിട്ടൊരു പടമാണ്, കരാട്ടെ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ പുറത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മുന്നേ അനൗൺസ് ചെയ്തതാണ്, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാണിക്കുന്നതാണ്. പിന്നെ AGS എൻ്റർടൈൻമെൻറ്റ് 26ാമത്തെ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഏപ്രിൽ 10 വന്നിട്ടുണ്ട്. പ്രദീപ് രംഗനാഥനാണ് പടത്തിൽ അഭിനയിക്കുന്നത്. പടത്തിൻ്റെ ഡയറക്ഷൻ അശ്വത്താണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ ഓമൈ കടുവലെ ഒരു ദേവത എന്ന് പറഞ്ഞിട്ടുള്ള പടമൊക്കെ എടുത്ത ആളാണ്. പിന്നെ ശിവകാർത്തികൻ്റെ പ്രൊഡക്ഷൻ കമ്പനി എടുക്കാൻ പോകുന്ന പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ ഫസ്റ്റ് ലുക്ക് കൊടുക്കുന്ന അവർ പുറത്തിട്ട് കുരങ്ക് പെടൽ എന്നാണ് പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. പോസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ അരമണി 4 എന്ന് പറഞ്ഞ പടത്തിൻ്റെ അച്ചച്ചോ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദ ഗോഡ് ലൈഫ് ആടുജീവിതം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒറിജിനൽ സ്കോർ പുറത്തുവിട്ടിട്ടുണ്ട്. പിന്നെ റായൻ എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷിൻ്റെ 50ാമത്തെ പടം, ധനുഷ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടമാണ്. അതിൻ്റെ ഫസ്റ്റ് സിംഗിൾ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ശബ്ദം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ നടികർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ വേറെ 2-3 പോസ്റ്റേഴ്സും പുറത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും മെയ് 3 പടം പുറത്തിറങ്ങാൻ പോകുന്നത്. പിന്നെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ജോക്കർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഗംഭീര ട്രെയിലറായിട്ടാണ് തോന്നിയത്. ജോക്കർ എന്ന് വെച്ചാൽ ജോക്കറിൻ്റെ 2ാം ഭാഗം ഫുള്ളി ഡെക്സ് അങ്ങനെ എന്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ KGF ചാപ്റ്റർ 2 എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഹൃദയഹാരിയായ പ്രണയകഥ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലറായിട്ടാണ് തോന്നിയത്. സുമിൽദ ടീച്ചറും സുരേഷ് ഏട്ടൻ്റെയും കഥയാണ്. പിന്നെ ഗോഡ്സില ഇൻറ്റു കോം എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു. അത് ഇന്ത്യ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 100 കോടി ഇപ്പോൾ നേടിയിട്ടുണ്ടെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ സൈറൻ എന്ന് പറഞ്ഞിട്ടുള്ള ജയനവിയുടെ പടം തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിൽ Disney+ ഹോട്ട്സ്റ്റാറിലൂടെ ഏപ്രിൽ 19 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് എടുക്കുന്ന 7ാമത്തെ പടമാണ് ആൻ്റണി വർഗീസിനെ വെച്ചെടുക്കുന്നത്, പെപ്പനെ വെച്ചെടുക്കുന്ന പടം. ആ പടത്തിൻ്റെ പാക്കപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ പയ്യ എന്ന് പറഞ്ഞ പടം ഏപ്രിൽ 11 റിലീസ് ആയിട്ടുണ്ട്. പിന്നെ ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്ന് പറഞ്ഞ പടം 10 11 ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ കളക്ഷനായി കേൾക്കുന്നത് 76.01 കോടിയായിരുന്നു. പിന്നെ മൈദ എന്ന് പറഞ്ഞ പടം ഏപ്രിൽ 10 റിലീസായിരുന്നു. അതിൻ്റെ കളക്ഷൻ 23.10 കോടിയാണ്. പിന്നെ റോമിയോ എന്ന് പറഞ്ഞിട്ട് തമിഴിൽ നിന്ന് വിജയൻ്റെ പടം പുറത്തിറങ്ങിയിരുന്നു. പിന്നെ ആ പടത്തിൻ്റെ തന്നെ സ്നീക്ക് വീക്കും പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡിയർ എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ രാജേഷും ജി പ്രകാശ് അഭിനയിച്ച പടം പുറത്തിറങ്ങിയിരുന്നു. ഇതൊക്കെ ഏപ്രിൽ 11 10 ഒക്കെ ആയിട്ട് റിലീസായ പടങ്ങളാണ്. പിന്നെ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ പടം പുറത്തിറങ്ങിയിരുന്നു. ആ പടത്തിന് ആവറേജ് അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടീസർ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിരുന്നു. നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിവിൻ തകർത്ത് കംബാക്ക് ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 3 കോടിയാണ് പറഞ്ഞു കേൾക്കുന്നത് കേരളത്തിൽ. അതേമാതിരി 2ാമത്തെ ദിവസം 2.75 കോടിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 3ാമത്തെ ദിവസം 3 കോടിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആവേശം എന്ന് പറഞ്ഞ പടം റിലീസായിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ജയ് ഗണേഷിൻ്റെ കൂടെ. അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 3.50 കോടിയായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത് കേരളത്തിൽ ഉണ്ടതൊക്കെ. അതേമാതിരി 2ാമത്തെ ദിവസത്തെ 3.27 കോടിയായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. 3ാമത്തെ ദിവസം 3.5 കോടിയായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്.
ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ കളക്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും പടം കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്, കാണാത്തവരുടെ കണ്ടു വെക്കുക. സൂപ്പർ പടമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ പടം ഇറങ്ങാനായിട്ട് മുന്നേ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ടായില്ല, പകരം വെൽക്കം ടീസർ എന്ന് പറഞ്ഞിട്ടൊരു ടീസർ പുറത്തിറക്കിയിരുന്നു. പിന്നെ പടത്തിലത്തെ മാതാപിതാക്കളെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടീസർ പുറത്തുവിട്ടിരുന്നു. എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ടീച്ചറായിരുന്നു. അത് 138 മണിക്കൂറിൻ്റെ ഉള്ളിൽ 110 മില്യണിലും കൂടുതൽ വ്യൂസും 1.55 മില്യണിലും കൂടുതൽ ലൈക്സും നേടിയിട്ടുണ്ട്. പിന്നെ അല്ലു അർജുൻ്റെ അടുത്ത് വരാൻ പോണ പടം ത്രിവിക്രമാണ് എടുക്കുക എന്നുള്ള മുന്നേ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു പോസ്റ്റർ എന്നുള്ള രീതിയിൽ ബർത്ത്ഡേക്ക് ആൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതിന് സ്ക്രീനിൽ അടിച്ചിട്ടുണ്ട്. പിന്നെ ജയിലർ 2 രജനീകാന്തിൻ്റെ ജയിലർ എന്ന് പറഞ്ഞ പടം നല്ല കളക്ഷൻ നേടി വിജയിച്ച പടമാണ്. അതിൻ്റെ 2ാം ഭാഗം വരുന്നുണ്ട് എന്നുള്ള രീതി കേട്ടായിരുന്നു. പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ തുടങ്ങാൻ പോകാമെന്നും കേൾക്കുന്നുണ്ട്. ആ പടത്തിൻ്റെ പേര് ഹുക്കും എന്നുള്ളതായിരിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. റൂമറാണ്, ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. ഹുക്കും എന്ന് കേൾക്കുമ്പോൾ ഒരു പവർ ഉണ്ട്. ആ പാട്ടും അങ്ങനത്തെ ഒരു പാട്ട് തന്നെ ആയിരുന്നു. പിന്നെ തലൈവർ 171 എന്ന് പറഞ്ഞ പടത്തിൻ്റെ ടൈറ്റിൽ ടീസർ സന്ദീപ് റെഡ്ഡി വാങ്ക കണ്ടു എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ആൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പ്രഭാസിനെ വെച്ചിട്ട് ആൾ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പടം എടുക്കുന്നുണ്ട്. അതിൻ്റെ ബഡ്ജറ്റ് 300 കോടിയാണെന്നുള്ളതാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അത് ഡിസംബറിലായിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു 3 ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ള രീതി കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ 2ാം ഭാഗത്തേക്കുള്ള ഒരു ലീഡായിട്ടായിരിക്കും അത് ചെയ്യാൻ പോകണമെന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ വില്ലനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിലൊന്നെങ്കിൽ രൺവീർ സിംഗോ അല്ലെങ്കിൽ രൺബീർ കപൂറാണ് ആ വില്ലനായിട്ട് അവർ നോക്കുന്നതെന്നാണ് കേൾക്കുന്നത്. പിന്നെ സൽമാൻ ഖാൻ്റെ AR മുരുകദോസ് എടുക്കുന്ന പടമാണ് സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടം 2025 ഈദിന് പുറത്തിറങ്ങുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള തളപതി വിജയുടെ പടം സെപ്റ്റംബർ 5 പുറത്തിറങ്ങുമെന്നുള്ളത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ട് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത നല്ല പോസ്റ്റർ ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ പടത്തിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഈ മാസം വരും എന്നുള്ള അർച്ചന കൽപ്പതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഗെറ്റ് റെഡി എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഒരു പോസ്റ്റർ ഇറക്കി വരും. അതിനുശേഷം ഫസ്റ്റ് സിംഗിൾ ടുമാറോ 6 PM U1 പാർട്ടി എന്നുള്ള പോസ്റ്റർ ഇറക്കിക്കൊണ്ട് ഒരു പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ പടത്തിലത്തെ പാട്ടിൻ്റെ പേര് വിസിൽ പോഡ് എന്നുള്ളതാണെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് 6 മണിക്കാണ് എന്തായാലും പാട്ട് പുറത്തിറങ്ങുന്നത്. ഫസ്റ്റ് സിംഗിളാണ്, തളപതി വിജയനാണ് പാടിയിട്ടുള്ളൂ. ഒരു ഗംഭീര പാട്ട് തന്നെ ആവട്ടെ. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ദുൽഖർ സൽമാൻ്റെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന പടത്തിൻ്റെ ടീസർ 11 പുറത്തിറങ്ങുമെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 4/6 പുറത്തിറങ്ങുക എന്നുള്ളത് അറിയിച്ചുകൊണ്ട് വീണ്ടും പോസ്റ്റർ ഇറക്കിയിരുന്നു. എന്തായാലും ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു നല്ല ടീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം നന്നാവുന്ന തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും 2.5 മില്യൺ പ്ലസ് വ്യൂസൊക്കെ ആയിട്ടുണ്ട്, ട്രെൻഡിങ്ങിലും ആയിട്ടുണ്ടായിരുന്നു ടീച്ചറൊക്കെ. പിന്നെ പ്രേമലു എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഡയറക്ടർ ഗിരീഷ് ഷെഡി ആൾ ദുൽഖറിനെ വെച്ചിട്ടൊരു പടം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മിക്കവാറും ഉണ്ടാവാനുള്ള ചാൻസസും ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പടം വന്നു കഴിഞ്ഞാൽ നല്ല തന്നെ ആയിരിക്കും. പിന്നെ മമ്മൂട്ടി ടെർബോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. അത് ഒഫീഷ്യലായിട്ട് അവർ 10 ഒക്കെ ആകുമ്പോൾ ഏപ്രിൽ 14 മേജർ അപ്ഡേറ്റ് ഡ്രോപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 7 മണിക്കാണ് അതിൻ്റെ അപ്ഡേറ്റ് വരാൻ പോകുന്നത്. എന്താണെന്നുള്ള അറിയത്തില്ല, ടീച്ചറാവാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ റിലീസ് ഡേറ്റും എല്ലാം ആവും. എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.